പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചാണ്. ലളിതാംബികാ ദേവിയെ ആരാധിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക എന്നത്. ഇത് ശ്രീ ഭഗവതി തന്നെ അരുൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വിശേഷിച്ചും സ്വഗ്രഹത്തിൽ ഇത് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ധനധാന്യ സമൃദ്ധിയും സർവവിധ ഐശ്വര്യങ്ങൾക്കും പ്രധാനമാണ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്. ഇത് പ്രഭാതത്തിലാണ് ചെയ്യേണ്ടത് എങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിൽ തെറ്റില്ല. കലിയുഗ വിധിയാകയാൽ അതിന് കാലഭേദം ഇല്ലാത്തതാണ്, ജാതിഭേദം ഇല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് ജപിക്കാവുന്നതാണ്. കൂടാതെ സാധന ചെയ്യുന്നവർക്ക് താന്ത്രികപരമായി ഗുരുവിൽ നിന്നും ലളിതാ സഹസ്രനാമത്തിൻ്റെ ദീക്ഷ വാങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണ് ഉത്തമം. എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനായി എല്ലാവരും ഇത് നിത്യേനെ പാരായണം ചെയ്യുന്നത് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനും കുടുംബത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഉത്തമമാണ് ലളിതാ സഹസ്രനാമം. ലളിതാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എന്ന പോലെ സ്നേഹത്തോടുകൂടെയും ആരാധനയോടുകൂടെയും സമർപ്പണത്തോടുകൂടെയും അമ്മയെ ഭജിക്കുക. അമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന പോലെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നതാണ്. അമ്മ സ്വന്തം കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ സ്വന്തം ഭക്തനെ അമ്മ കൈപിടിച്ച് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലളിതാ സഹസ്രനാമം വളരെയധികം പുണ്യങ്ങൾ നൽകുന്നതാണ്. മുൻജന്മ പാപങ്ങൾ നശിക്കുന്നതിനും സർവോപരി ജീവിതത്തിൻ്റെ ഉന്നതിക്കും ഉത്തമമാണ് ലളിതാ സഹസ്രനാമം. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ഇത് നിത്യേനെ ജപിക്കുക. ഇത് ജപിക്കുന്നത് വഴി സർവവിധ ഉന്നതിയുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ സർവവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി നിസ്വാർത്ഥപരമായ ഭക്തിയോടുകൂടി അമ്മയെ പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളും ദേവി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.